ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. എല്ലാവർക്കും ഷഹനാസ് കുസിൻസിൻ്റെ വിഷു ആശംസകൾ. വിഷു സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വിഷുവിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇത് റെഡിയാക്കാറുള്ളത്. പച്ചമാങ്ങ ചേർത്തുള്ള മാങ്ങാക്കറിയും മധുരം ഇഷ്ടമുള്ളവർക്ക് ശർക്കരപ്പാനിയും ചേർത്താണ് വിഷുക്കട്ട വിളമ്പാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വിഷുക്കട്ടയും പച്ചമാങ്ങ കറിയും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഉണക്കലരിക്ക് പകരം നമുക്ക് പച്ചരിയും എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം. അടുത്തതായി കുതിർത്തിയെടുത്തിട്ടുള്ള അരി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 3.5 കപ്പ് രണ്ടാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 നാളികേരത്തിൽ നിന്നാണ് 3.5 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുള്ളത്. ഇനി കുക്കറും മൂടി വെച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ പ്രഷറെല്ലാം പോയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് ചുവട് കട്ടിയുള്ള ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റണം. അടുത്തതായി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാല്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ചോറ് നാളികേരപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടുവരുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ എണ്ണ തടവിയിട്ടുള്ള ഒരു വാഴയിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റി കൊടുത്ത് കുറച്ച് കട്ടിയിൽ ഇതുപോലൊന്ന് പരത്തി ഷേപ്പാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ചെറുതായിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിഷുക്കട്ട പൊടിഞ്ഞു പോകാതെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ വിഷുക്കട്ട ചൂടെല്ലാം പോയി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ സ്പെഷ്യൽ വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കുന്ന മാങ്ങാക്കറിയുടെയും ശർക്കരപ്പാനിയുടെയും റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. മാങ്ങാക്കറിക്ക് വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് 10 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1 കപ്പ് മാങ്ങ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1 കപ്പ് രണ്ടാം പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങ നന്നായി കുക്കായി വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും പുളിയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മാങ്ങാക്കറിയിലേക്ക് കടുക് കാച്ചിയെടുക്കണം. അതിനുവേണ്ടി ഒരു കടായിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ, 1 തണ്ട് വേപ്പില, 2 ഉണക്കമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വിഷുക്കട്ട മധുരം ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കാറുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 9 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര വലിയ കട്ടയാണെങ്കിൽ നമുക്കൊരു 2 പീസ് എടുത്താൽ മതിയാവും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ശർക്കരപ്പാനി നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെ ചെറിയ ജീരകം പൊടിച്ചത്, അത്ര തന്നെ ഏലക്ക പൊടിച്ചതും ചുക്കുപൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷുവിന് തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള വിഷുക്കട്ടയും മാങ്ങാക്കറിയും കൂടെ ശർക്കരപ്പാനിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.